അവകാശ ലംഘന പ്രശ്നങ്ങൾ. അനുമതി നിഷേധിച്ച അവകാശ ലംഘന പ്രശ്നം. 15ാം കേരള നിയമസഭയുടെ 3ാം സമ്മേളന കാലയളവിൽ 2021 നവംബർ 1 അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചാവേളയിൽ വനം വകുപ്പ് മന്ത്രി സഭയിൽ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഭിന്നമായി പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മാധ്യമങ്ങൾ പ്രസ്താവന നടത്തിയത് സഭാംഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിൽ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ PC വിഷ്ണുനാഥ് MLA 11/11/2021 നോട്ടീസ് നൽകിയിരുന്നു. ചെയർ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയിൽ നിന്നും പ്രതികരണം ആരാഞ്ഞിരുന്നു. ജലവകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും മുല്ലപ്പെരിയാർ ബേബി ഡാമിന് സമീപത്തുള്ള മരമുറിയുമായി ബന്ധപ്പെട്ടും അനുബന്ധമായും നടന്നതുമായ സർക്കാർ നടപടികൾ വനം വകുപ്പ് ജലവിഭവ വകുപ്പ് സംയോജിതമാണ് ചെയ്തതെന്നും മനസ്സിലാക്കുന്നതും അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണനയിൽ വന്നപ്പോൾ വനം വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ അപ്പോൾ ലഭ്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് മന്ത്രി സംസാരിച്ചതെന്നും വ്യക്തമാകുന്നു. എന്നാൽ ജലവകുപ്പ് മന്ത്രി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രേണിയിലെ മന്ത്രിയായ ജലവിഭവ വകുപ്പ് മന്ത്രിക്കാണ് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ യോഗം ചേർന്നിട്ടുണ്ടോ എന്ന വിവരം സംബന്ധിച്ച് കൃത്യമായ അറിവുള്ളതെന്നും മാത്രമല്ല അപ്രകാരം ഒരു യോഗം നടന്നിട്ടില്ലാത്തതിനാൽ യോഗം നടന്നതായി രേഖപ്പെടുത്തി പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദ് ചെയ്യുകയും സംസ്ഥാന ചീഫ് വൈൽഡ് ഓഫ് വാർഡനെതിരെ നടപടി ആരംഭിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി വസ്തുതകൾ മൂടിവെച്ചതായോ തെറ്റായ പ്രസ്താവനകൾ നടത്തിയതായോ കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ബഹുമാനപ്പെട്ട അംഗം ശ്രീ PC വിഷ്ണുനാഥിൻ്റെ ആവശ്യത്തിന് അനുമതി നിഷേധിക്കുന്നു. ചെയറിൻ്റെ പരിഗണനയിൽ അവകാശ ലംഘന പ്രശ്നങ്ങൾ. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ KSRTCയിൽ ഇലക്ട്രിക് ബസ് സർവീസ് ഏർപ്പെടുന്നത് സംബന്ധിച്ച് 9/2025 നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 272 സഭാതലത്തിൽ മറുപടി നൽകിയ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ തനിക്കെതിരെ വസ്തുതാ വിരുദ്ധമായ പ്രസ്താവന നടത്തിയെന്ന് ആരോപിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീ M വിൻസെന്റ് 9/10/2025 തീയതിയായി സമർപ്പിച്ച നോട്ടീസ് 27/1/2026 ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും കേരള മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും പൊതുവേദിയിൽ അപകീർത്തിപ്പെടുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സംസാരിച്ചതെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കെതിരെ പൊതുവിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിക്കെതിരെ പ്രത്യേകിച്ചും ബഹുമാന പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ സഭയോടും സഭാ മര്യാദകളോടും സഭാംഗങ്ങളോടുള്ള അനാദരവും അപഹേളനവും അപകീർത്തികരവും ഭരണഘടനാ ലംഘനവും അവകാശ ലംഘനവുമാണെന്ന് വ്യക്തമാണെന്നും ആകയാൽ നിയമസഭയോടും സഭാംഗങ്ങളോടും നടത്തിയ അവകാശ ലംഘന പ്രശ്നം സഭയിൽ ഉന്നയിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീ V ജോയ് 27/1/2026 തീയതിയെ സമർപ്പിച്ച നോട്ടീസ് 2025 സെപ്റ്റംബറിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെലവഴിച്ച തുക സംബന്ധിച്ച് ശ്രീ VN വാസവൻ നിയമസഭയിൽ പരസ്പര വിരുദ്ധ നടപടികൾ നൽകിയെന്നും നിയമസഭാ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ പരസ്പര വിരുദ്ധമായിരുന്നെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിഷയത്തിൽ മന്ത്രിയുടെ മറുപടി തെറ്റായതും നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കുമെന്ന സംശയം ഉയരുന്നുവെന്നും അതിനാൽ മന്ത്രിക്കെതിരെ അവകാശ ലംഘന പ്രശ്നം ഉന്നയിക്കുന്ന അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് 13/2/2026 തീയതി ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല സമർപ്പിച്ച നോട്ടീസ് എന്നിവ ചെയറിൻ്റെ പരിഗണനയിലാണ്.